ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പകൾ അനുവദിക്കാനും അവരുടെ ശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് പിന്തുണ നൽകാനും ബാങ്കുകൾ മുന്നോട്ടു വരണമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് ആവശ്യപ്പെട്ടു. മലപ്പുറം ഹോട്ടൽ മഹേന്ദ്രപുരിയിൽ ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ സ്പെഷ്യൽ സോഷ്യൽ സെക്യൂരിറ്റി ഇവരുടെ ക്യാമ്പയിൻ ബാങ്കുകൾ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നതിന് വീണ്ടും ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ബാങ്കുകൾ സ്പെഷ്യൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾക്ക് പ്രത്യേകം മുൻഗണന കൊടുത്ത് അക്കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മുടെ റിവ്യൂ മീറ്റിംഗ് നടത്തുന്നതിനൊക്കെ ആലോചിക്കും. സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമുള്ള ഭിന്നശേഷിക്കാർക്ക് റിസ്ക് പേടിച്ച് വായ്പകൾ നിഷേധിക്കരുത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ 100 ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിന് ബാങ്കുകളുടെ സഹകരണം വേണമെന്നും കളക്ടർ പറഞ്ഞു. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീം തുടങ്ങിയ പദ്ധതികളുടെ വായ്പാ കാര്യത്തിൽ ബാങ്കുകൾ അനഭാവപൂർണമായ നിലപാടെടുക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം LDO മുതുകുമാർ M, നബാർഡ് DDM മുഹമ്മദ് റിയാസ്, മലപ്പുറം LDM ഡിറ്റൻ MA HV പ്രഭു, ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.